അപ്പോൾ ഇതിനകത്ത് ഇത് തമ്മിലുള്ള ഒരു കീ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UTM-ഉം നെക്സ്റ്റ് ജനറേഷൻ ഫയർവാളും നമ്മൾ സാധാരണ അതിന്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാണാൻ പറ്റും. പക്ഷെ അത് ഫംഗ്ഷനാലിറ്റി വൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് UTM ആണെങ്കിൽ എല്ലാ സെക്യൂരിറ്റി ഫീച്ചേഴ്സും കൂടെ ഒറ്റ ഒരു സൊല്യൂഷൻ ആയിട്ട് കൊടുക്കുന്നതിനാണ് UTM എന്ന് പറയുന്നത്. അതായത് യൂണിഫൈഡ് ത്രെറ്റ് മാനേജ്മെന്റ് എന്നാണ് അതിന് പറയുന്നത്. NGFW എന്ന് പറഞ്ഞ നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾസ് ആണ്. അതിൻ്റെ അകത്ത് അഡ്വാൻസ് കേപ്പബിലിറ്റീസ് ഉണ്ട്. പിന്നെ UTM-ന്റെ മാർക്കറ്റ് ചെറിയ കമ്പനി മുതൽ ഒരു മീഡിയം ബിസിനസ് വരെയാണ്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് കുറവായിരിക്കും, ചീപ്പായിരിക്കും ഈ ഫയർവാൾസ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു എന്താ പറയാ അതിന്റെ ആ കോസ്റ്റ് അനുസരിച്ചുള്ള ഫീച്ചേഴ്സ് നമുക്ക് അവിടെ കാണത്തുള്ളൂ. അതേസമയം നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾസിനകത്ത് അഡ്വാൻസ് കേപ്പബിലിറ്റിയും അതിന്റെ കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് തന്നെ അതിന്റെ കോസ്റ്റും കൂടുതലാണ്. അത് ജനറലി വലിയ എന്റർപ്രൈസുകൾക്ക് വേണ്ടിയിട്ടാണ് അത് വേണ്ടത്. എന്ന് വെച്ചാൽ അവർക്ക് കൂടുതലും വേണ്ട ഫീച്ചേഴ്സ് ആയിരിക്കും അതിലുള്ളത്. പെർഫോമൻസ് ആണെങ്കിലും അതുപോലെ ഇതിന്റെ മാനേജ്മെന്റ് ആണെങ്കിലും ഇതെല്ലാം സിംപ്ലിഫൈഡ് മാനേജ്മെന്റ് ആണ്. ഇതിൻ്റെ അകത്ത് ഉള്ള വെൻഡേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇത് തമ്മിലുള്ള കീ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട ആ ഒരു ഏരിയ അല്ലെങ്കിൽ എവിടെയാണ് ഇത് നെറ്റ്വർക്കിന്റെ ഏത് ഭാഗത്താണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറലി നമ്മൾ ഇത് യൂസേഴ്സ് കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കിലാണ് ഈ ടൈപ്പ് ഓഫ് ഡിവൈസസ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾസ് നമ്മൾ ഈവൻ സെർവേഴ്സിന് മുമ്പിലും യൂസ് ചെയ്യാറുണ്ട്. അത് ഓരോ യൂസ് കേസ് അനുസരിച്ചാണ്, അതിന്റെ ഫീച്ചേഴ്സ് വൈസ് അനുസരിച്ചായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇപ്പം ഒരു സെർവർ കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് ആണെങ്കിൽ അവിടെ വെബ് ഫിൽറ്ററിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് റൺ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ചിലപ്പോൾ നമ്മൾ അവിടെ IPS ആയിരിക്കും അവർ റൺ ചെയ്യുന്നത്, ചിലപ്പോൾ വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ ആയിരിക്കും റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ നാറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിരിക്കും അവിടെ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പം ഒരു നെറ്റ്വർക്കിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ഫയർവാൾസ് എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന്റെ ഒരു ഡിസൈൻ തന്നെ ഉണ്ടായിരിക്കും. എല്ലാ ഫയർവാൾസും ചുമ്മാ നമ്മൾ നെറ്റ്വർക്കിൽ കൊണ്ട് സെറ്റപ്പ് ചെയ്യുക അല്ല ചെയ്യുന്നത്.